നാദിർദിർത്തോം തനനനോം തദരദാനി നാദിർദിർത്തോം തനനനോം തദരദാനി നാദിർദിർത്തോം തനനനോം തദരദാനി. സോയാ സോയേ സിറേ സിറേ മസലമാ. ചേട്ടൻ അടുപ്പിൽ ഊതുകയാണോ? ആണോ? ഇതോടെ കാണിക്കുന്നേ. അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാണിച്ചോണ്ടല്ലോ. അയ്യോ ചേട്ടൻ അങ്ങനെ ചൂടാവരുത്. ഇതെന്നാ ഈ മുഖത്ത് തള്ളിയിരിക്കുന്നേ? ഇത് ലെൻസ്. ലെൻസോ? ചെറിയ സാധനത്തെ വലുതായി കാണുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ ഇതേലത്തെ ഒരു സാധനം എനിക്ക് വേണം. എന്തോത്തിനാ? എന്റെ അമ്മായിപ്പന് കൊടുക്കാനാണ്. അതെന്നാ? പുള്ളി എന്നെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. എനിക്കിത് കണ്ടിട്ട് അത്ര ചെറുതായിട്ടൊന്നും തോന്നുന്നില്ല. എന്തേലും പറഞ്ഞായിരുന്നു? അല്ല, നീ എന്തിനാ വന്നേ? എന്റെ ഭാര്യയ്ക്ക് സ്വർണ്ണക്കരണ്ടി വിഴുങ്ങണം, സ്വർണ്ണക്കരണ്ടിയായിട്ട് കുഞ്ഞ് ജനിക്കണം, അതിനാണ് ഞാൻ വന്നത്. നിന്റെ ഭാര്യ സ്വർണ്ണക്കരണ്ടിയൊക്കെയാണോ വിഴുകുന്നത്? സ്വർണം വിഴുങ്ങാത്ത പെണ്ണുങ്ങളുണ്ടോ ചേട്ടാ? നീ എങ്ങനെ വന്നേ? ഞാൻ 8:30 മോർണിംഗ് ഫ്ലൈറ്റിൽ വന്നതാണ്. അതിനാ പുട്ടും മുട്ടയാന്നോ? അയ്യോ അതല്ല, ഞാൻ വിമാനത്തിൽ വന്നതാണെന്ന്. നിന്റെ പേരെന്തുവായിരുന്നു? പൂവച്ചൽ സന്തോഷ്. അപ്പൊ കാവച്ച നിനക്ക് എന്റെ കരച്ചിലാണ്. അയ്യോ അതല്ല, എന്റെ പേരാ ഞാൻ പറഞ്ഞത്, പൂവച്ചൽ സന്തോഷ്. ഞാൻ ജനിച്ചു വളർന്നത് പൂവച്ചലാണെങ്കിലും കളിച്ചു വളർന്നത് കുളങ്ങരയാണ്. ഏതാ താഴത്തെ കുളങ്ങര? അയ്യോ അല്ല, പിന്നെ കുളം കര. കുളം കര അങ്ങനെ കളിച്ചു വളർന്നു എന്നാ പറഞ്ഞത്. എന്നാ കുളം കര കുളങ്ങര. പണി ചെയ്യാനും സമ്മതിക്കത്തില്ല. ഒരു ചേട്ടാ എന്തോ ഇതൊന്ന് മാറ്റി തരാമോ? എടാ നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഈ ജൂലൈ ആകുമ്പോൾ 9ാം മാസമാകും. ഞാൻ പറഞ്ഞു നിന്റെ തലയ്ക്ക് ഓളമാണ്. എന്തോ? എടാ ജൂലൈ ആകുമ്പോ 7ാം മാസം. അല്ല 9ാം മാസം. നീ കലണ്ടർ എടുത്ത് നോക്ക്, ജൂലൈ ആകുമ്പോ 7ാം മാസം. എന്റെ ഭാര്യ പെർമനന്റ് ആണ്. പിന്നെ ഞങ്ങളുടെ എല്ലാം ഭാര്യ ഡെയിലി മാറിക്കൊണ്ടിരിക്കുക. അയ്യോ അതല്ല, മറ്റേ ഈ ഗർഭിണികളെ പറയുന്നതിന് പേരുണ്ടല്ലോ, പ്രഗ്നന്റ് ആണോ? അതെ, എന്റെ ഭാര്യ അതാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ അവളെ കാണുമ്പോ ഒരു സംശയം. എന്താ? ആണാണോ പെണ്ണാണോ എന്ന്. എടാ ആണായാലും പെണ്ണായാലും നിന്റെ അല്ലേ കുഞ്ഞ്? അയ്യോ പെങ്കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ പ്രശ്നം ഉണ്ടാക്കും. അമ്മാവനാണോ പേർന്നേ? അല്ല, അമ്മാവന് പെങ്കൊച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാം. എന്താ കൃഷി? പുള്ളി വീട്ടിൽ ഇരുന്ന പെൺഡ്രൈവ് വരെ എടുത്ത് പുള്ളി കത്തിച്ചളഞ്ഞു. പെൺഡ്രൈവ് എന്നല്ലേ പേര്, പെണ്ണുണ്ടല്ലോ. മാത്രമല്ല പുള്ളി ടി വി എടുത്ത് തറയിലടിക്കാൻ ഒരുങ്ങിയതാ. ആൻഡ്രോയിഡ് ആയതുകൊണ്ട് പുള്ളി അത് ചെയ്തില്ല. മാത്രമല്ല പുള്ളിക്ക് സീരിയൽ കാണണം. എടേ സീരിയലിനകത്ത് പെണ്ണും പെണ്ണിന്റെ കരച്ചിലും അല്ലേ ഉള്ളൂ. അമൃത ടിവിയിലെ ആൺ പിറന്നോൾ എന്ന സീരിയലാണ് പുള്ളി. നിനക്കെന്തായിരുന്നു ജോലി? ഞാൻ ഷാർജ ഷെയ്ഖിന്റെ കൂടാണ്. സ്ട്രോയാണോ? അയ്യോ അല്ല, ഷെയ്ഖിന്റെ വീട്ടില് എന്തനങ്ങണമെന്നുണ്ടെങ്കിലും ഞാൻ തീരുമാനിക്കണം. അത് ഷെയ്ഖിന് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലേ? പുള്ളി ഓൾറെഡി ഷെയ്ഖ് അല്ലേ, ഞാനല്ലേ സ്റ്റഡിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ മാത്രമല്ല ഷെയ്ഖിന്റെ ഭാര്യ കുളിച്ചോണ്ടിരുന്നപ്പോൾ ആരും ഒളിഞ്ഞു നോക്കി. എന്നിട്ട് ബദാമിന്റെ കിഴികെട്ടി വായി വെച്ചിട്ട് 101 അടിയാ ചാട്ടക്കടിച്ചത്. എടാ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അയാളെ അടിക്കല്ലെന്ന്? എങ്ങനെ പറയും, എന്റെ വായിക്കകത്ത് ബദാം ഇരിക്കല്ലേ. അപ്പൊ നീയായിരുന്നു? അത് മാത്രമല്ല ഷെയ്ഖിന്റെ ഭാര്യയുടെ ഒറ്റയടിക്ക് എന്റെ തലയ്ക്ക് ചുറ്റും കുമിളകളാ പോയത്. കുമിളകളല്ലല്ലോ, കിളിയല്ലേ പറക്കുന്നേ? സോപ്പിട്ട കൈക്ക് അടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കൊള്ളണം, കുമിളകളെ പറക്കും. എന്തായാലും എന്താ, അങ്ങനെ ഞാൻ ഒരു വേദനയില്ലാത്ത കോടീശ്വരനായി. വേദനിക്കുന്ന കോടീശ്വരനല്ലേ? വേദന വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പെയിൻ കില്ലർ കഴിക്കും. പണമുണ്ടല്ലോ. സോയാ സോയാ സിവേ സിമേ മസലമ. നന്നായിരിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. ചേട്ടൻ ഈ സ്വർണ്ണപ്പണിയൊക്കെ അറിയാമോ? അറിയാവോ? സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ അത് കുഴിച്ചെടുക്കുമല്ലോ ചെയ്യുന്നത്. അത് ഗൾഫില്, ഇവിടെ കുനിച്ചെടുക്കുക. കുനിച്ചെടുക്കുന്നു എയർപോർട്ടിൽ. ഓ അങ്ങനെ. പക്ഷേ ഞാൻ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുഴിച്ചെടുത്തതാണോ കുനിച്ചെടുത്തതാണോ? കുനിച്ചെടുത്തതാണ്. അല്ല കുഴിച്ചെടുത്തതാണ്. സോയാ സോയാ സിറേ സിറേ മസലമ. ഞാനൊരു വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പാരമ്പര്യമായിട്ട് ഈ സ്വർണ്ണപ്പണിക്കാരാണ്? ആണോ? പിന്നെ അച്ഛൻ കറ തീർന്ന ഒരാളായിരുന്നു. പുള്ളി എന്നാ ഷോട്ടർ വെട്ടിയ റബ്ബറാണോ? അതല്ലെന്ന്, പുള്ളിക്ക് രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളി അത് പറപ്പിച്ചിട്ടുണ്ടോ? ഈ രാജാവിന് സാധനം കൊടുക്കൂല്ലോ, എന്റെ പേര് വരുന്നത്? ഓ പൊട്ടപ്പ പട്ടുമള. അത് തന്നെ, അത് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല രാജകുമാരിക്ക് പാലക്കാമാല ഇട്ട് കൊടുത്തതിന് പുള്ളിക്ക് കിഴി കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണക്കിഴിയോ? അല്ല, പിന്നെ നെല്ലിക്കാ കിഴി. പാലയ്ക്ക് ഏതാ പാവയ്ക്ക് ഏതാന്ന് തിരിച്ചറിയാത്തതിന് നെല്ലിക്കാത്തളം വെക്കാൻ വെച്ചോണ്ട് കൊടുത്തു വിട്ടു. ഈ പുള്ളിക്കാരനെ എനിക്കൊന്ന് കാണാൻ പറ്റൂ? അയ്യോ കാണാൻ പറ്റൂല. പുള്ളി അരഞ്ഞാണം കെട്ടാൻ പോയപ്പോ തലയിടിച്ച് മരിച്ച്. പുക്കിളയിലാണോ? അല്ലല്ല, ഈ കിണറിന്റെ അരഞ്ഞാണം കെട്ടത്തില്ലേ, അവിടെ പോയി എത്തി നോക്കിയതാ, തലയും കുത്തി താഴെ വീണു. ഇതുപോലായിരുന്നു എന്റെ അമ്മാവനും മരിച്ചത്. പുള്ളി എന്താ കിണറിന്റെ അവിടെ പോയി നോക്കിയത്? ഇല്ല, അമ്മായി തല പിടിച്ച് ഭിത്തിയിലടിക്കുമായിരുന്നു, സ്പോട്ടി മരിച്ചുപോയി. ഓരോരോ കാര്യങ്ങൾ. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആമമോതിരം ഇട്ട് കഴിഞ്ഞാൽ പണം വരുമെന്ന് പറയുന്നത് ഉള്ളതാണോ? ആമമോതിരം ഇട്ട് നിനക്ക് എങ്ങനെ പൈസ കിട്ടുന്നത്? ചേട്ടൻ ഡിസൈൻ വല്ലതും പണിയാറുണ്ടോ? ഡിസൈൻ പണിയാറുണ്ടോ?
സൂപ്പർ ഒരു ഡിസൈൻ ഉള്ള ഒരു അരഞ്ഞാണം പണിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ അരയെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോയി ഒന്ന് കണ്ടിട്ട് വരാം. അത്രയും വലിയ രസമൊന്നുമില്ല, അത്ര വലിയ അതിനേക്കാളും സൂപ്പർ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്, വേണം ഞാൻ കാണിക്കാം. ഓ, അത് കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതിന് പറഞ്ഞായിരുന്നു സോയ സോയ സിറേ സിറേ മാസലാം എന്നാണല്ലോ. ഞാൻ വന്ന് കയറിയപ്പോ തൊട്ട് നിന്നോട് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുക. എന്റെ പൊന്നു മോനെ, നീ പറയുന്നത് എന്തുവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇത് എന്തുവന്ന് വ്യക്തമാക്കി ഒന്ന് പറയാവോ? എന്റെ പൊന്നെണ്ണ, നമ്മൾ അറബിയുടെ സ്കിറ്റ് കളിക്കാൻ നേരത്തെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന സാധനമാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഈ സ്കിറ്റ് നിർത്താം. എങ്ങനെ? സോയ സോയ സിറേ സിറേ മസലമ. വെരി ഗുഡ്. സോയ സോയ സിറേ സിറേ മസലമ. അത് കൊള്ളാം. അത് കറക്റ്റ് ആയിരുന്നു സാധനം. ശരത്ത് പറയുന്ന ടോൺ ഭയങ്കര രസം അത് കേൾക്കാൻ. നൈസ്. മൊത്തത്തിൽ ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വി ആർ സോ ഹാപ്പി. ഹാപ്പിയാണ്. അവര് ഹാപ്പി ആണോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിക്കാം, അവർക്കൊക്കെ ഇഷ്ടമായി. ചേച്ചി നന്നായിരുന്നു. നമ്മൾ ഒരു സ്കിറ്റ്, ഒരു പെർഫോമൻസ് കഴിഞ്ഞാൽ ഒരാൾ ഒരു സിഗ്നേച്ചർ എന്ന് പറയില്ലേ, ഈ സ്കിറ്റിന്റെ സിഗ്നേച്ചർ ആയിരുന്നു ഇത്. നമ്മുടെ ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. സ്വയ സ്വയ സിരി സിരി മാസലാമാ. എന്താ ചാർജ് നോക്കാം. ആ ചാർജ് എന്താന്ന് കണ്ടോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളം. 25,000 rupees ലഭിച്ചിരിക്കുകയാണ്. ശരി, എങ്കിൽ ഞങ്ങൾക്ക് ആ പൈസയും കൂടെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരുമോ? സോറി. എന്നിട്ട് വേണം നമുക്ക് മസാല എന്ന് പറയാൻ. കോമഡി